ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് ഇന്ന് ഒരു ഫ്രോക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അത് അക്കോബാഡ മെറ്റീരിയലിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഫ്രോക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ 2.5 മീറ്റർ ക്ലോത്താണ് വാങ്ങിയേക്കുന്നത്. അക്കോബാഡ മെറ്റീരിയൽ ലൈനിങ് 2 മീറ്ററുമാണ് വാങ്ങിയേക്കുന്നത്. അതെന്ന് വെച്ചാൽ ലൈനിങ് നമുക്ക് സ്ലീവിലൊന്നും വേണ്ട, അതുകൊണ്ട് നമുക്ക് 2 മീറ്റർ മതിയാവും. പിന്നെ അതിനായിട്ട് അക്കോബാഡ മെറ്റീരിയൽ നമുക്കിവിടെ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടാം. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് അതുകൊണ്ട് നമുക്ക് യോക്ക് പാർട്ട് ആദ്യം കട്ട് ചെയ്യണം. ആദ്യം യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത്. യോക്ക് പാർട്ട് ഇവിടെ ഞാൻ 14.5 ഇഞ്ച് ഇറക്കത്തിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഷോൾഡർ ഞാനിവിടെ 6ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്മാൾ സൈസാണ് ഇവിടെ ചെയ്യുന്നത്. കൈക്കുഴി 6ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ബ്രസ്റ്റ് അളവ് 9.5 എടുത്തിട്ടുണ്ട്. ഷേപ്പ് 8.5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വളച്ച് വരച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വളച്ച് വരച്ച് കൊടുക്കാം. ഇതുപോലൊക്കെ കൈക്കുഴിയൊക്കെ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കൈക്കുഴിയും കാര്യങ്ങളും എല്ലാം ഒന്ന് അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്കത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിനി അടുത്ത പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഈ മെയിൻ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആ മെറ്റീരിയൽ വീണ്ടും ഒന്ന് 4ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിടുക. എന്നിട്ട് 20 ലെങ്തിൽ എടുക്കുക. 20 ലെങ്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് 20 ലെങ്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. യോക്കിൻ്റെ താഴേക്ക് വയ്ക്കുന്നതാണ് 20 ലെങ്തിൽ. അതിന് താഴേക്ക് നമ്മൾ വീണ്ടും ഫ്രില്ല് വയ്ക്കുന്നുണ്ട്. അത് 9ആണ്. അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ 20 വെച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 20 വെച്ച് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഒരു പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണം. അപ്പം ഫ്രില്ലിട്ടെടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു പീസ് കൂടി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ 20 ഇഞ്ചിൽ നമുക്ക് ഒരു പീസ് കൂടി കട്ട് ചെയ്യാം. കറക്റ്റായിട്ട് മടക്കിയിടുക. എന്നിട്ട് ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയൽ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിനി കട്ട് ചെയ്യാനുള്ള ഞാൻ ഈ പറഞ്ഞോട്ട് അതിൻ്റെ താഴെ നമ്മൾ ഫ്രില്ല് വയ്ക്കുന്നുണ്ട്. ചെറിയ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് 9 ഇഞ്ച് ലെങ്തിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 9 ഇഞ്ച് ലെങ്തിൽ 3 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 3 പീസ് ഇതുപോലെ അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പീസ് വെച്ച് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുത്തു. വീണ്ടും ഒരു പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് നമ്മളൊരു ചെറിയ പഫ് സ്ലീവ് അല്ല, എന്നാൽ സെൻറ്റർ ഭാഗത്ത് 2-3 ഞൊറ് വരുന്ന രീതിയിൽ താഴെ ഒരു വീതിക്ക് ഒരു പടിയൊക്കെ വരുന്ന രീതിയിൽ ഹാഫ് സ്ലീവായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അത് ലെങ്ത് ഞാനിവിടെ 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത്രയും ലെങ്തിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഹാഫ് സ്ലീവ് അല്ല, 3/4 സ്ലീവ് അല്ലാത്ത രീതിയിൽ ഉള്ള വിഡ്ത്ത് നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈക്കുഴി ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക. 3 ഇഞ്ച് താഴേക്കിറക്കി ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ട് താഴേക്ക് ഇതുപോലെ താഴത്തെ ഭാഗം ഞാൻ 8ആണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് 2-3 ഞൊറ് സെൻറ്റർ ഭാഗത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ലീവും കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് സ്ലീവ് കട്ട് ചെയ്യുക. അതിനുശേഷം സ്ലീവിൻ്റെ താഴെ വയ്ക്കാനുള്ള ഒരു പടി നമുക്ക് കട്ട് ചെയ്യണം. പിന്നെ ബാലൻസ് വരുന്ന ഇത്രയും മെറ്റീരിയലേ ഉള്ളൂ. അതിൽ നിന്നും നമുക്ക് ആ പടിക്കുള്ളതും കട്ട് ചെയ്യണം. പിന്നെ ബാക്കിലേക്കുള്ള ഡോറിയും കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആദ്യം ഒന്ന് പടി കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ താഴെ വയ്ക്കാനുള്ള അത് ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കിയിടുക. നമുക്ക് വിഡ്ത്ത് അനുസരിച്ച് മടക്കിയിടുക. ഇതുപോലെ മടക്കിയിട്ടിട്ട് നമുക്ക് 3 ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് വീതി മതി. 2ആയിട്ട് മടക്കുമ്പോൾ 1.5 വരാൻ പാകത്തിന് നമുക്ക് 3 ഇഞ്ചിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വിഡ്ത്ത് സ്ലീവിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതനുസരിച്ചെടുക്കുക. എന്നിട്ട് അതിന് പടിയുടെ വീതി വരുന്നത് നമുക്ക് 3 മതി. 1.5 വെച്ച് മടക്കി വരുമ്പോൾ 1.5 വരാൻ പാകത്തിന് അങ്ങനെ നമുക്ക് 3 മതി. അതനുസരിച്ച് ഇവിടെ എടുക്കാം. ഞാനിവിടെ സ്ലീവിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 6.5 വരാൻ പാകത്തിന് എടുത്തിട്ടുണ്ട്. ആ രീതിക്കാണ് നമ്മളിവിടെ മെറ്റീരിയൽ മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം.
പിന്നെ ബാലൻസ് വരുന്ന മെറ്റീരിയലിൽ നിന്ന് നമുക്കിനി ഡോറിക്കുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കിയിടുക. മടക്കിയിട്ടിട്ട് ഇതുപോലെ മടക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്നും കട്ട് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ 2 ഡോറിക്ക് കിട്ടും. ഇവിടെ നമുക്ക് കറക്റ്റാക്കി കൊടുക്കാം. എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്ത് നിന്നും കട്ട് ചെയ്തെടുത്താൽ 2 ഡോറിക്ക് കിട്ടും. ബാക്കിലേക്ക് കെട്ടാനുള്ള ഡോറി. അങ്ങനെ അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് യോക്ക് പാർട്ടിനുള്ള ലൈനിങ് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2ആയിട്ട് മടക്കിയിടുക. 2ആയിട്ട് മടക്കിയിട്ടേക്കുന്ന മെറ്റീരിയലാണ്. അത് ഞാൻ ഒന്നുകൂടി ഇങ്ങനെ മടക്കി വെച്ചേക്കണം. നമുക്ക് 4ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ എന്നിട്ട് നമുക്ക് യോക്ക് പാർട്ടിൻ്റെ വിഡ്ത്ത് എത്രയാണ് വരുന്നത് അതനുസരിച്ച് എടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പാർട്ട് ഇതുപോലെ നല്ല പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് അത് നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ആദ്യം ഇത് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതുപോലെ കറക്റ്റ് അളവിൽ ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ കട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സെയിലുണ്ട്. നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കും ഡ്രസ്സുകൾ. അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസ് വേണ്ടവർക്ക് മെറ്റീരിയൽസ് ആയിട്ട് കൊടുക്കും, ഡ്രസ്സായിട്ട് വേണ്ടവർക്ക് ഡ്രസ്സായിട്ട് കൊടുക്കും. അങ്ങനത്തെയൊക്കെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെങ്കിൽ ഓർഡർ ചെയ്യുക. പിന്നെ ഡ്രസ്സായിട്ട് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും പറയുക. നമ്മൾ 7 ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വേണമെന്ന് പറയുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിവിടെ നല്ല പീസും ലൈനിങ് കൂടെ ഫ്രണ്ട് പാർട്ട് ആദ്യം ഇങ്ങനെ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ സ്ക്വയറായിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 2ഉം ലെങ്ത് വരുന്നത് 5ഉമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിലെ കൈക്കുഴി നമുക്കിതുപോലെ വളച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് പാർട്ട് ഇതുപോലെ നമുക്കൊന്ന് എടുത്ത് മടക്കിയിടാം. ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് അതിൻ്റെ നെക്കും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല പീസും ലൈനിങ്ങും കൂടി ഒരുപോലെ വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞോട്ട് വിഡ്ത്ത് നമുക്ക് 2ഉം എടുക്കാം. എന്നിട്ട് ലെങ്ത് ഞാനിവിടെ 3.5 എടുത്തിരിക്കുന്നത്. ഇതുപോലെ 3.5 എടുക്കാം. എന്നിട്ട് സ്ക്വയറായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്കർട്ട് പാർട്ടിനുള്ള ലൈനിങ് അതിൽ ഫ്രില്ലിനും ഒന്നും സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഒറ്റ ലെവലിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 2ആയിട്ട് മെറ്റീരിയൽ മടക്കിയിട്ടിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിവിടെ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇത്രയും ലെങ്ത് വേണം. അപ്പോൾ അതനുസരിച്ച് ഞാനിവിടെ അത് കട്ട് ചെയ്തെടുക്കുവാണ്. നമുക്ക് നല്ല പീസിനെ കാട്ടി ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊന്ന് നെക്ക് അടിച്ചു മറിച്ചെടുക്കാം. ഇതുപോലെ നല്ല പീസും ലൈനിങ്ങും കൂടെ വെച്ചിട്ട് കറക്റ്റായിട്ട് അകവും പുറമൊക്കെ കറക്റ്റായിട്ട് നോക്കി വെച്ച് കൊടുത്ത് നമുക്കിതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കോൺ വരുന്ന ഭാഗത്ത് സൂചി നിർത്തി കൊടുത്തിട്ട് അടുത്ത സൈഡിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കും ഫ്രണ്ടും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത് നമുക്കിനി ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ബാക്ക് പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് സൂചി നിർത്തി വീണ്ടും അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ സൂചി നിർത്തി മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിനൊന്ന് ആ കോൺ വരുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ മറിച്ചിടുക. മറിച്ചിട്ടിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അടുത്തത് ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്ക് പീസ് പിന്നെ ഇങ്ങനെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളത് കണ്ട ഫ്രണ്ട് പീസ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്
ബാക്കിലേക്ക് കെട്ടാനുള്ള ഡോറിയാണ്. ഡോറ് ഇതുപോലെ നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് സൂചി അവിടെ നിർത്തി താഴേക്ക് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഡോറി നമുക്കിതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അത് മറിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇനി ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആദ്യം ബാക്ക് പീസ് എടുത്ത് വെക്കുക. ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോൾഡർ ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ, കൈക്കുഴിയും ഷോൾഡറും നെക്കും ഒന്നും ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പോയി നിങ്ങൾ കാണുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് സ്റ്റിച്ചിങ് ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൈക്കുഴി ഒന്നും ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അതിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളത് പോയി കാണുക. ഇതുപോലെ നമുക്ക് ഷോൾഡർ ഒന്ന് അടിച്ചെടുത്തിട്ട് അതൊന്ന് മറിച്ചെടുക്കാം. അപ്പം ഷോൾഡറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ആ പടിക്ക്, സ്ലീവിൻ്റെ താഴെയുള്ള പടിയുടെ ഒരു സൈഡ് നമുക്കിതുപോലൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് സ്ലീവിൽ വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം പെർഫെക്ഷനിലിരുന്നോളും. നമ്മൾ ആ സ്ലീവിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കുമ്പോഴത്തേക്കും പൊളച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം സ്ലീവ് എടുത്തിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം, സെൻറ്റർ ഭാഗം നമ്മൾ ഇതുപോലൊന്ന് കൊത്തിട്ട് കൊടുക്കുക, സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആ പടിയും എടുത്ത് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ പടി വെച്ച് കൊടുക്കുന്നത് ആദ്യം. എന്നിട്ട് പുറത്തേക്കാണ് മറച്ചടിക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ആ സെൻറ്റർ ഭാഗം വരുമ്പോൾ 2-3 ഞൊറ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഞൊറുമില്ല, 3-4 ഞൊറ് മാത്രമാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. ആ രീതിക്ക് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ 3-4 ഞൊറുവേ വരത്തുള്ളൂ. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് രണ്ട് സ്ലീവും നമുക്കിതുപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പടി വെച്ച് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അത് പുറത്തേക്ക് മറിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം പടി ഒരു പ്രസർ അകലത്തിലാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് പക്കാ ഫിനിഷിങ് വരും. 2 സ്റ്റിച്ചിങ് വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ പടി ഇതുപോലെ പുറത്തേക്ക് വയ്ക്കാം. പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ മടക്കി അടിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി മടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് അരികത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും. ഇതുപോലെ. അപ്പോൾ ആ ഞൊറുമൊക്കെ വരുന്ന ഭാഗത്തെല്ലാം കറക്റ്റായിട്ട് ഇരുന്നോളും. നമ്മൾ മടക്കണമൊന്നുമില്ലല്ലോ, അപ്പോൾ കറക്റ്റായിട്ടിരിക്കും. അങ്ങനെ 2 സ്ലീവും നമുക്കതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിവിടെ അടുത്ത സ്ലീവും ഞാനിവിടെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് വെച്ച് അതും ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം യോക്ക് പാർട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് മറിച്ചെടുക്കണം. കറക്റ്റായിട്ട് മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്കിലും നമുക്കിതുപോലെ ഒന്ന് അരികു വശത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് അരികെ കൂടി ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ യോക്ക് പാർട്ടിൻ്റെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. യോക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഷോൾഡർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്ലീവ് ഇതുപോലെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ചെറിയ ഞൊറു ഇട്ട് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ഞൊറു ഇട്ട് കൊടുക്കുക. ചെറിയ ഞൊറു ഇട്ട് 3 ഞൊറുവോളം ഇട്ട് കൊടുത്താൽ മതി ഒരു സൈഡിലേക്ക്. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൈക്കുഴി വരെ എത്തുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് എത്തുമ്പോൾ വീണ്ടും താഴേക്ക് ഒരു 3 ഞൊറു ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് കൈക്കുഴി വരെ എത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അങ്ങനെ നമുക്ക് രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞൊറിട്ട് കൊടുക്കുക. 2-3 ഞൊറിട്ട് കൊടുത്തിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നാൽ വീണ്ടും അവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് സെൻറ്റർ ഭാഗത്ത് എത്തുമ്പോൾ വീണ്ടും 2-3 ഞൊറിട്ട് കൊടുക്കുക. വീണ്ടും കൈക്കുഴി താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ താഴെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൈക്കുഴിയുടെ അവിടെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഡോറി ഒന്ന് മറിച്ചെടുക്കണം. മറിച്ചെടുത്തിട്ട് ഡോറി ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഡോറി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് അങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ വരുമ്പോഴത്തേക്കും ഡോറി വെച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഡോറിയും വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അതങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ 20 ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ രണ്ട് മെറ്റീരിയൽ എടുക്കുക. രണ്ട് മെറ്റീരിയൽ എടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ രണ്ട് സൈഡൂടെ യോജിപ്പിച്ചെടുക്കാം. നമുക്ക് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കതിൽ ഫ്രില്ല് ഇട്ട് കൊടുക്കാനുള്ളതാണ് മറ്റേ യോക്ക് പാർട്ടിലേക്ക്. ഇതുപോലെ കറക്റ്റായിട്ട് അകവും പുറമൊക്കെ നോക്കിയിട്ട് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ആ 9 ഇഞ്ച് ലെങ്തിൽ എടുത്തിരിക്കുന്ന മെറ്റീരിയലാണ്. അത് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് 3 പീസാണ്. 3 പീസ് കൂടി ഒരുമിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരുമിച്ച് വെച്ചല്ല, അത് 3ഉം കൂടെ യോജിപ്പിച്ചെടുക്കണം. 3ഉം കൂടെ യോജിപ്പിച്ചെടുത്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു പീസ് വെച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസ് കൂടി വെച്ച് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അടുത്ത പീസും വെച്ച് കൊടുത്ത് നമുക്കത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് 2 സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. സ്റ്റിച്ചിങ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ 2 സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പം 3 പീസ് കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ 3 പീസിൻ്റെയും സെൻറ്റർ ഭാഗം ഇതുപോലെ എടുത്ത് വയ്ക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അതൊന്നുകൂടി യോജിപ്പിച്ച് ഫുള്ളായിട്ട് നമുക്കത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് യോജിപ്പിച്ചെടുക്കുക. ആ 3 പീസ് യോജിപ്പിച്ച് റൗണ്ട് പോലെ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഫ്രില്ലിട്ട് കൊടുക്കാനാണ്. എന്നിട്ട് നമുക്ക് ആ 20 ഇഞ്ച് ലെങ്ത് വരുന്ന മെറ്റീരിയലും എടുത്ത് ഇതുപോലെ 2 പീസാണ്, ആ 2 പീസും കൂടി യോജിപ്പിച്ചെടുക്കാം. 2 സൈഡ് കൂടി കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കതും യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ അകവും പുറമൊക്കെ കറക്റ്റായിട്ട് നോക്കുക. എന്നിട്ട് നമുക്കത് 2 സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കതും യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അടുത്ത സൈഡ് നമുക്ക് ചേർത്ത് വെച്ചൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മൾ 9 ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന മെറ്റീരിയൽ എല്ലാം കൂടി നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ മെറ്റീരിയലിൻ്റെ ഒരു സൈഡ് നമുക്കിതുപോലൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ടോപ്പിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് വരുന്ന ഇതാണത്. അത് നമ്മളിപ്പോഴേ പിന്നെ നമുക്കിതുപോലൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്താൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഏറ്റവും അവസാനം എല്ലാം കൂടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് റൗണ്ടിൽ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ മെറ്റീരിയലാണ് നമ്മൾ മറ്റേ 20 ഇഞ്ച് ലെങ്ത് വരുന്ന മെറ്റീരിയൽ വെച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കിതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഫുള്ളായിട്ട് ആദ്യം നമുക്കിതുപോലൊന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ചെറിയ വീതിക്കും മടക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയ വീതിക്ക് മടക്കാൻ താല്പര്യമുള്ളവർക്ക് വലിയ വീതിക്കും മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മടക്കി സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 20 ഇഞ്ച് ലെങ്തിൽ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ താഴത്തെ മെറ്റീരിയലിൽ ഞൊറിട്ട് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ആ താഴത്തെ മെറ്റീരിയലിലാണ് നമ്മൾ ഞൊറിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ഞൊറുകൾ ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഞൊറിട്ട് കൊടുക്കാം. ഇതുപോലെ ഞാനിവിടെ ഫുള്ളായിട്ട് ഇവിടെ ഞൊറിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലത്തെ മോഡൽ ജോർജറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ പിടിച്ചെടുത്ത് കിട്ടത്തില്ല. അപ്പം അക്കോബാഡ മെറ്റീരിയൽ ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. നമ്മൾ ഇതിന് ഇട്ടിരിക്കുന്ന ലൈനിങ്ങും കോട്ടനാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ വേഗം തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഫുള്ളായിട്ട് ഞാനിവിടെ ഞൊറിട്ടെടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ആ ഞൊറിട്ട് കഴിയുമ്പോൾ ആ മെറ്റീരിയൽസിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് ഇഴിച്ചു കൊടുക്കുക. താഴ്ഭാഗത്ത് നമ്മൾ ഞൊറിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഞൊറിടാത്ത ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് ആ 20 ഇഞ്ച് ലെങ്തിലെ മെറ്റീരിയലാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. താഴെ വരുന്നത് 9 ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്തത്. അപ്പോൾ അത് ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുത്ത് അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് യോക്ക് പാട്ടും വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് അതും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഞൊറുകൾ ഇട്ട് കൊടുക്കാം, ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഇട്ട് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ വേഗം തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ പീസും നമ്മൾ സ്കർട്ട് പാർട്ടിലേക്കുള്ളത് 2 പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ആ 2 പീസും കൂടിയിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. 2 സൈഡും കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ഫുള്ളായിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ചെറുതായിട്ടൊന്ന് മടക്കി അതും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 സൈഡും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ 2 സൈഡും കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അത് ഫുള്ളായിട്ട് ഞാൻ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ടിന് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് എന്നിട്ട് നമുക്ക് പിന്നെ നല്ല പീസിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മെറ്റീരിയലിലേക്ക് നമുക്കിത് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് ഫ്രില്ലിട്ട് കൊടുക്കണം. പിന്നെ ആ യോക്ക് പാർട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ നല്ല പീസ് ഫ്രില്ലിട്ട് കൊടുത്തതിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ട് നമുക്കിതും ഫ്രില്ലിട്ട് കൊടുക്കണം. ഇതുപോലെ ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ പറഞ്ഞ മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. നല്ല പീസ് മെറ്റീരിയലിൻ്റെ യോക്ക് പാർട്ട് വരുന്ന ഭാഗം നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്കതിനും ഫ്രില്ലിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ ശ്രമിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുതും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.